നമസ്കാരം. റഷ്യയുടെ ആണവായുധ നയങ്ങൾ വീണ്ടും ലോകശാന്തിക്കുമേൽ കാർമേഘങ്ങളായി മാറിയിരിക്കുകയാണ്. അടുത്തിടെ റഷ്യ സമുദ്രത്തിൽ നിന്നുള്ള ആണവായുധങ്ങളാൽ നിറഞ്ഞ പോസിഡൺ ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ആണവായുധ പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചും കഴിഞ്ഞു. ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ റഷ്യ പരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് എന്നാണ് ട്രംപിന്റെ ന്യായീകരണം. നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചില രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിന് മറുപടിയായാണ് നടപടി എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. മറ്റു രാജ്യങ്ങളെക്കാൾ ആണവായുധങ്ങൾ US-നുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നത്. രണ്ട് മഹാശക്തികളും ഒരുമിച്ചാണ് ആണവ പ്രയോഗത്തിന്റെ പാതയിൽ വീണ്ടും കാൽവച്ചിരിക്കുന്നത്. ഇതാണ് ലോകത്തിന്റെ സമാധാനത്തിന്റെ സുരക്ഷാ ഭിത്തികൾ തകർക്കാൻ പോകുന്നത്. ശീതയുദ്ധകാലം അവസാനിച്ചതിനു ശേഷം ലോകം ഒരു കാട്ടുതീയുടെ കാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പുതുതലമുറ ആണവായുധ മത്സരമാണ് മനുഷ്യരാശിയെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്നത്. റഷ്യയുടെ പോസിഡൺ ഡ്രോൺ ആണവ ബോംബ് വഹിക്കുന്നതും സമുദ്രത്തിനടിയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്നതുമാണ്. ഇതിന്റെ ലക്ഷ്യം തീരദേശ നഗരങ്ങളെ സമ്പൂർണമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു മറുപടിയുമായി ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ പുതിയ ആണവായുധ പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇരു രാജ്യങ്ങളും ഈ നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ ആണവ വിരുദ്ധ കരാറുകൾക്ക് തന്നെ അർത്ഥശൂന്യതയാകും. ട്രംപ് സ്വന്തം ഭരണകാലത്ത് അമേരിക്ക ഒപ്പുവെച്ചിരുന്ന നിരവധി അന്താരാഷ്ട്ര കരാറുകൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇപ്പോഴത്തെ നടപടി ആ ഗതിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഒന്നുകൂടിയാണ്. ട്രംപ് ഭരണകൂടം തന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കായി എല്ലായ്പ്പോഴും ആയുധത്തെയും സൈന്യത്തെയും പ്രദർശിപ്പിച്ചുകൊണ്ട് ലോക പോലീസ് ചമയാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ നടപടികൾക്കുള്ള മറുപടിയായി ആണവായുധ പരീക്ഷണം നടത്തുന്നു എന്നത് ശാന്തതയ്ക്കുള്ള നീക്കമല്ല, മറിച്ച് ലോകത്തെ ഭയപ്പെടുത്താനുള്ള തന്ത്രം മാത്രമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. ട്രംപ് പലപ്പോഴും അമേരിക്കയാണ് ഏറ്റവും ശക്തമായ രാജ്യമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ ശ്രമിക്കുന്നു. റഷ്യയുടെ ഇപ്പോഴത്തെ നടപടി ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന ട്രംപ് ഇക്കാര്യത്തിലും അതിന് മുതിർന്നാൽ അത് ലോകത്തിന്റെ ആണിക്കല്ല് പോലും ഇളക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും. കേവലം രാഷ്ട്രീയ സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ആണവ മുന്നേറ്റങ്ങളെ ആശ്രയിക്കുന്നത് ഉത്തരവാദിത്വമില്ലാത്ത രാഷ്ട്രീയമാണ്. ലോകത്തിന്റെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ, ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഏത് വിധത്തിലുള്ള ആണവ പരീക്ഷണവും ഭൂമിയിലെ പരിസ്ഥിതിയെയും മനുഷ്യരാശിയും തന്നെ ബാധിക്കുന്നതാണ്. മണ്ണിൽ, സമുദ്രത്തിൽ, വായുവിൽ വ്യാപിക്കുന്ന വികിരണങ്ങൾ നൂറുകണക്കിന് വർഷം ജീവജാലങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഭൂമിയിലെ അവസാന ജീവനെ പോലും ഇല്ലാതാക്കും. ഈ ഭൂമിയെ മരുഭൂമിയാക്കി മാറ്റും. ഇന്ത്യയുടെ വിദേശ നയം എപ്പോഴും ശാന്തതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും പാതയിലാണ്. ഇന്ത്യക്ക് ആണവായുധ ശേഷി ഉണ്ടായിട്ട് പോലും അതിനെ പ്രതിരോധ മാർഗമായി മാത്രമേ ഉപയോഗിക്കൂ എന്നതാണ് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ അടിസ്ഥാനം. ലോകശാന്തിക്കായി ഇന്ത്യ ആണവ വിരുദ്ധ കരാറുകളെ പിന്തുണച്ചിട്ട് പോലുമുണ്ട്. റഷ്യയുടെയും അമേരിക്കയുടെയും ഈ പുതിയ നീക്കങ്ങൾ ഇന്ത്യക്ക് ആശങ്കാജനകമാണ്. കാരണം ആണവ മത്സരം ശക്തമാകുമ്പോൾ ഏഷ്യൻ മേഖലകളിലും അതിന്റെ പ്രതിഫലനം അനുഭവപ്പെടും. ചൈന പോലുള്ള രാജ്യങ്ങൾ അവരുടെ ആണവ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാരം അനിവാര്യമായി ഇന്ത്യക്കും നേരിടേണ്ടി വരും. അമേരിക്കയും റഷ്യയും ആണവ മത്സരത്തിലേക്ക് തിരിഞ്ഞാൽ മറ്റു രാജ്യങ്ങളും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പുതുക്കാൻ തുടങ്ങും. ഇതിലൂടെ ആണവായുധങ്ങൾക്കും സൈനിക സാങ്കേതിക വിദ്യകൾക്കും ആവശ്യകത വർദ്ധിക്കും. ആയുധ നിർമ്മാണ വ്യവസായങ്ങൾ വളരും. എന്നാൽ മനുഷ്യരുടെ സുരക്ഷ അതവിടെ തകർന്ന് തരിപ്പണമാകും. ഇന്ത്യ എല്ലായ്പ്പോഴും ആണവശാന്തിയെയും സുസ്ഥിരതയെയും മുന്നോട്ട് വെച്ചിട്ടുള്ള രാജ്യമാണ്. ലോകശാന്തിക്ക് ഭീഷണിയാകുന്ന നടപടികളെ ഇന്ത്യ ഒരിക്കലും പിന്തുണയ്ക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല അവസരങ്ങളിലും ആണവ വിരുദ്ധ നയങ്ങൾക്കായി വാദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നയതന്ത്രം ലോകം പിന്തുടരേണ്ട മാതൃകയാണ്. ട്രംപിന്റെ തീരുമാനം അമേരിക്കയ്ക്കും ലോകത്തിനും സുരക്ഷിതമായ ഒന്നായിരിക്കില്ല, മറിച്ച് അതൊരു പുതിയ ആണവ യുദ്ധത്തിന്റെ വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. റഷ്യയുടെ ചതികൾക്കും അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരാശിയാണ് ഇരയാവുന്നത്. മാത്രമല്ല, റഷ്യയോടുള്ള വിരോധം വർദ്ധിച്ച സാഹചര്യത്തിൽ ട്രംപ് ഇനി റഷ്യയുമായി കരാറുള്ള രാജ്യങ്ങൾക്കുമേൽ, അതായത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കായിരിക്കും.
സമ്മർദ്ദം ഏർപ്പെടുത്തിയാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ അനുഭവിക്കുക തന്നെ ചെയ്യും. ആണവ മുന്നേറ്റങ്ങൾ രാഷ്ട്രങ്ങൾക്കിടയിലെ അഭിമാന പ്രകടനമല്ല, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളാണെന്ന് വേണം വിലയിരുത്താൻ. ലോകം ഇന്ന് ആവശ്യപ്പെടുന്നത് ശക്തി പ്രദർശനമല്ല, സമാധാനമാണ്. റഷ്യയുടെയും ട്രംപിന്റെയും ഈ ചുവടുവയ്പ്പുകൾക്ക് എതിരായി ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് സമാധാനത്തിനായി നിലകൊള്ളേണ്ട സമയമാണിത്. ട്രംപിന്റെ രാഷ്ട്രീയമോ റഷ്യയുടെ സാങ്കേതിക മുന്നേറ്റങ്ങളോ മനുഷ്യ ജീവിതത്തെക്കാൾ വലിയതല്ല, വിലയുള്ളതുമല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച